അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിലെ അഴിമതിയിൽ കുരുങ്ങി കോൺഗ്രസ്. ഇറ്റലിയിൽ നിന്നും ഹെലികോപ്റ്റർ വാങ്ങുന്നതിന് കോൺഗ്രസ് നേതാക്കൾ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. കൈക്കൂലി നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനി മേധാവിയെ ഇറ്റാലിയൻ കോടതി ശിക്ഷിച്ചിരുന്നു. ശിക്ഷാവിധിന്യായത്തിൽ സോണിയാഗാന്ധി അടക്കമുള്ളവർക്കെതിരെ പരാമർശമുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി തുടങ്ങിയവരും പ്രതിക്കൂട്ടിലാകുന്നു. VVIPകൾക്ക് സഞ്ചരിക്കാനായി ഇറ്റലിയിൽ നിന്നും ഹെലികോപ്റ്റർ വാങ്ങുന്നതിനായി 3600 കോടി രൂപയുടെ കരാറാണ് UPA കാലത്ത് ഒപ്പിട്ടത്. ഇതിനായി അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനി ഇന്ത്യയിൽ ഇടനിലക്കാരെ നിയോഗിച്ച് കോൺഗ്രസ് നേതാക്കൾക്കും അന്നത്തെ വ്യോമസേനാ മേധാവി SP ത്യാഗിക്കും കൈക്കൂലി നൽകിയെന്നാണ് ആരോപണം. കൈക്കൂലി നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനി മേധാവി ഗൂസപ്പ ഓർസിയെ ഇറ്റാലിയൻ കോടതി ശിക്ഷിച്ചു. ശിക്ഷാവിധിന്യായത്തിൽ കരാറിന്റെ മുഖ്യ പ്രചോദക സോണിയാഗാന്ധിയാണെന്ന് റിപ്പോർട്ടുണ്ട്. കൂടാതെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അക്കാലത്ത് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി, സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന MK നാരായണൻ തുടങ്ങിയവരെക്കുറിച്ചും വിധിന്യായത്തിൽ ഇറ്റാലിയൻ കോടതി പരാമർശിക്കുന്നതായും ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിധിന്യായത്തിന്റെ പകർപ്പ് ലഭിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചു. കൈക്കൂലി നൽകിയവരെ ശിക്ഷിച്ചു, വാങ്ങിയവർക്ക് എന്ത് ശിക്ഷയെന്ന ചോദ്യം ഉന്നയിച്ച് പ്രശ്നം BJP ആളിക്കത്തിച്ചു കഴിഞ്ഞു. മോദിക്കെതിരായ നിരവധി ആരോപണങ്ങളിൽ നട്ടം തിരിയുന്ന BJP അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിനെ പിടിവള്ളിയായാണ് കരുതുന്നത്. കരാറിൽ ഇടനിലക്കാരനായി നിന്ന ഇംഗ്ലണ്ട് സ്വദേശി ക്രിസ്ത്യൻ മൈക്കിളിനെ പിടികൂടണമെന്ന് CBI ഇന്റർപോളിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരാർ സംബന്ധിച്ച ഒരു കേസും നിലവിലില്ലെന്നും വിവാദത്തെക്കുറിച്ച് വിശദീകരണം പാർട്ടി നൽകുമെന്നും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രതികരിച്ചു. കൈക്കൂലി ആരോപണത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് 2 മണിക്ക് പരിഗണിക്കും. കേസിൽ രാഷ്ട്രപതി ഭരണം സംബന്ധിച്ച ഇടക്കാല ഉത്തരവുണ്ടായേക്കും. ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച കേസ് പരിഗണിച്ച കോടതി രാഷ്ട്രപതി ഭരണം റദ്ദാക്കിയുള്ള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ മുഴുവൻ പകർപ്പ് ലഭ്യമാക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരിനു വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയും മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിനു വേണ്ടി മുതിർന്ന അഭിഭാഷകരും കോൺഗ്രസ് നേതാക്കളുമായ കപിൽ സിബലും മനു അഭിഷേക് സിംഗ്വിയും ഹാജരാകും. ബാർക്കോഴ കേസിൽ ക്രൈംബ്രാഞ്ച് ബിജു രമേശിന്റെ മൊഴിയെടുക്കുന്നു. SP ഉണ്ണിരാജയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കുന്നത്. വിവരങ്ങളുമായി സജേഷ് ചേരുകയാണ്. സജേഷ്, ഇപ്പോഴും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, ബാർക്കോഴ പരാതിക്കാരനായ ബിജു രമേശും അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേഷിനും ഗൂഢാലോചന നടത്തി കെട്ടിച്ചമച്ചതാണെന്ന വാദമാണ് വിജിലൻസ് ഉന്നയിക്കുന്നത്. വിജിലൻസിന്റെ ഈ വാദം അനുസരിച്ച് ഗൂഢാലോചന അന്വേഷിക്കാൻ രൂപീകരിച്ച അന്വേഷണ സംഘമാണ് ഇപ്പോൾ ബിജു രമേശിന്റെ മൊഴിയെടുക്കുന്നത്. SP ഉണ്ണിരാജയുടെ നേതൃത്വത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബാർക്കോഴ ഒരു കെട്ടിച്ചമച്ച കേസാണെന്ന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള സമ്മർദ്ദം അന്വേഷണ സംഘത്തിന് മേലുണ്ട്. വളരെ പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത്. അന്വേഷണ സംഘം രൂപീകരിച്ചത് 2 മാസം മുമ്പാണ്. എന്നാൽ ഇതുവരെ ആരുടെയും മൊഴിയെടുപ്പ് പോലും നടന്നിട്ടില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബിജു രമേശിന്റെ മൊഴിയെടുക്കുന്നത്. 15-ാം തീയതിക്ക് മുമ്പ് ഇക്കാര്യത്തിൽ ബാർക്കോഴ കേസ് കെട്ടിച്ചമച്ച ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് നൽകിയേക്കും. അതനുസരിച്ചാണ് ഇപ്പോൾ മൊഴിയെടുപ്പ് നടക്കുന്നത്. സുരേഷ്, MR സജീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. SSLCയിൽ ഈ വർഷം 96.59% വിജയം. 22,879 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. 1207 സ്കൂളുകളാണ് 100% വിജയം കരസ്ഥമാക്കിയത്. വിജയശതമാനം ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിലും കുറവ് വയനാട് ജില്ലയിലുമാണ്. ഇത്തവണ മാർക്ക് ദാനം ഉണ്ടായിട്ടില്ലെന്നും അർഹതപ്പെട്ട മാർക്ക് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയതെന്നും DP വ്യക്തമാക്കി. SSLC പരീക്ഷ എഴുതിയ 4,73,803 വിദ്യാർത്ഥികളിൽ 4,57,654 പേരാണ് ഉപരിപഠനത്തിന് അർഹത നേടിയത്. 96.59% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ 2% കുറവ്. 2015-ൽ 98.57% വിജയം. ചീഫ് സെക്രട്ടറി PK മൊഹന്തിയാണ് ഇത്തവണ ഫലപ്രഖ്യാപനം നടത്തിയത്. Percentage 96.59%. Number of schools with 100% pass 1207. Number of students having A+ grade in all subjects 22,879.
22,879 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. വിജയശതമാനം കൂടിയ വിദ്യാഭ്യാസ ജില്ല മൂവാറ്റുപുഴയും കുറഞ്ഞ വിദ്യാഭ്യാസ ജില്ല വയനാടുമാണ്. 1207 സ്കൂളുകളാണ് 100 മേനി വിജയം കൊയ്തത്. പരീക്ഷാ ബോർഡിന്റെ തീരുമാനപ്രകാരം ഇത്തവണയും മോഡറേഷൻ ഇല്ലായിരുന്നു. മാർക്ക് ദാനം ഈ വർഷം ഉണ്ടായിട്ടില്ലെന്നും അർഹതപ്പെട്ട മാർക്ക് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയതെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ MS ജയ പറഞ്ഞു. ഇത്തവണ യാതൊരു ലിബറലൈസേഷൻ ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ അർഹിക്കുന്ന മാർക്ക് മാത്രം കിട്ടിയാൽ മതിയെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. ഒരു റിട്ടേൺ മാർക്കിന് ഒരു മിനിമം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഹോപ്പ്ഫുള്ളി അടുത്ത വർഷത്തേക്ക് ഗവൺമെന്റ് അക്കാര്യത്തിൽ ഒരു ഉചിതമായ തീരുമാനമെടുക്കും. 26,642 പേർക്ക് ഗ്രേസ് മാർക്ക് നൽകി. പ്രൈവറ്റായി പരീക്ഷ എഴുതിയതിൽ പഴയ സ്കീമിൽ 58.07%, പുതിയ സ്കീമിൽ 57.61% വിജയം. SSLC സർട്ടിഫിക്കറ്റുകൾ മെയ് 4 വാരം മുതൽ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും വിതരണം ചെയ്യും. മെയ് 23 മുതൽ 27 വരെ സേ പരീക്ഷകൾ നടത്തും. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കായി ഏപ്രിൽ 29 മുതൽ മെയ് 4 വരെ അപേക്ഷകൾ സ്വീകരിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ DPI അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. കോൺഗ്രസിലെ I വിഭാഗവും UDFും 1980-ൽ RSSും ജനസംഘവും ഉൾപ്പെടുന്ന ജനതാ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയതിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 1977-ൽ ജനതാ പാർട്ടിയുമായി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് സഖ്യത്തിന്റെ പേരിൽ CPIMനെ കുറ്റപ്പെടുത്തുന്ന മുഖ്യമന്ത്രി കോൺഗ്രസിലെ I വിഭാഗം സമാന സഖ്യത്തിൽ പങ്കാളികളായ കാര്യം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ ഈ പ്രതികരണം. കാസർഗോഡ് പ്രസ് ക്ലബിൽ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കാസർഗോഡ് പ്രസ് ക്ലബിൽ നടന്ന മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി CPIMന്റെ പഴയകാല RSS BJP ബന്ധം വിസ്മരിക്കരുതെന്ന് അഭിപ്രായപ്പെട്ടു. RSSും ജനസംഘവും ഉൾപ്പെട്ട ജനതാ പാർട്ടിയുമായി 1977-ൽ CPIM സഖ്യമുണ്ടാക്കിയിട്ടുണ്ടെന്നും VP സിംഗ് സർക്കാരിനെ BJPയും CPIMും ഒന്നിച്ച് പിന്തുണച്ചുവെന്നും ബീഹാറിൽ BJPക്കെതിരെയുള്ള മഹാസഖ്യത്തിൽ നിന്ന് CPIM മാറി നിന്നുവെന്നുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആക്ഷേപം. 77-ലെ തെരഞ്ഞെടുപ്പ് ഈ കാസർഗോഡ് സാക്ഷ്യം വഹിച്ചതല്ലേ? KG മാരാര് എവിടുന്നാ മത്സരിച്ചത്? BJPയുടെ പേര് നിൽക്കുമ്പോഴല്ലേ ഇന്നത്തെ ഫോട്ടോ ഭീഷണത്തി വന്നിട്ടുണ്ട്. EMSും വാജ്പേയിയും ജ്യോതി ബാസുവും LK അദ്വാനിയും കൂടെ നിൽക്കുന്ന ഫോട്ടോ 89-ലെ VP സിംഗിനെ പ്രധാനമന്ത്രിയാക്കാനായിട്ട്. ബീഹാറിൽ പോലും മതേതരത്വ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി സഹകരിച്ചില്ല. 1980-ൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കേരളത്തിൽ RSSും ജനസംഘവും അടങ്ങുന്ന ജനതാ പാർട്ടിയുമായി പരസ്യമായി സഖ്യമുണ്ടാക്കിയ കാര്യം മാധ്യമപ്രവർത്തകർ ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ആ സഖ്യത്തിൽ താൻ ഉൾപ്പെട്ടിരുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. 1980-ൽ ആദ്യമായി വിജയിക്കുകയാണ് ലോക്സഭയില്. സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇന്നത്തെ UDFന്റെ അപ്രാഗ്രഹവും അതൊക്കെ രാജഗോപാലിനാണ്. ഏതായാലും ഞാനില്ലല്ലോ. 1980-ൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ RSSും ജനസംഘവും ഉൾപ്പെട്ട ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു O രാജഗോപാൽ. എതിരാളിയായിരുന്ന LDFിലെ CPIM സ്ഥാനാർത്ഥി M രാമൻ റൈ വൻ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ നിന്ന് അന്ന് വിജയിച്ചത്. O രാജഗോപാലിന് അന്ന് K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള UDF പരസ്യമായ പിന്തുണയാണ് നൽകിയത്. UDFന് കാസർഗോഡ് അന്ന് സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നില്ല. ഇതോടൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിങ്ങളത്ത് UDF ജനതാ പാർട്ടി സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു പിന്നീട് BJP സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട KG മാരാർ. 1980-ലെ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഭാഗമായിരുന്ന ആന്റണി കോൺഗ്രസിന്റെ നേതാവായിരുന്നു അപ്പോൾ ഉമ്മൻചാണ്ടി. കോൺഗ്രസിലെ ഇന്നത്തെ I വിഭാഗം RSSും ജനസംഘവും ഉൾപ്പെടുന്ന ജനതാ പാർട്ടിയുമായി ഉണ്ടാക്കിയ സഖ്യത്തെ തള്ളിപ്പറയുകയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ചെയ്തത്. എന്നാൽ 1991-ൽ K കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും നേതൃത്വം നൽകിയ കോൺഗ്രസ് BJPയുമായി ചേർന്നുണ്ടാക്കിയ കോലീബി സഖ്യം മറ്റൊരു ചരിത്ര സത്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുഖ്യമന്ത്രിയുടെ അഴിമതി രമേശ് ചെന്നിത്തലയ്ക്ക് പോലും ബോധ്യപ്പെട്ടെന്ന് VS അച്യുതാനന്ദൻ. ഇതിന്റെ തെളിവാണ് ചെന്നിത്തല ഹൈക്കമാൻഡിന് അയച്ച കത്തെന്നും VS ചൂണ്ടിക്കാട്ടി. അഴിമതിയെപ്പറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ നടത്തുന്ന ആക്ഷേപം, എതിർപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായമുണ്ടാകാൻ കാര്യമെന്ന് അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അഴിമതി അസഹനീയമായി ഉയർന്നിരിക്കുന്നു എന്ന് ആഭ്യന്തര കാര്യമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പോലും
കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കേണ്ടതായ സ്ഥിതിയാണ് വന്നിട്ടുള്ളത്. UDF-ഉം RSS-ഉം ഒരുപോലെ ജനവിധിയെ ഭയക്കുന്നുവെന്ന് പിണറായി വിജയൻ. UDF വർഗീയതയോട് സമരസപ്പെടുന്നുവെന്നും വടകരയിലെയും ബേപ്പൂരിലെയും കോലീബി സഖ്യം ആവർത്തിക്കാൻ പ്രബുദ്ധരായ കേരള ജനത അനുവദിക്കില്ലെന്ന കാര്യം ഉമ്മൻചാണ്ടി ഓർക്കണമെന്നും പിണറായി പറഞ്ഞു. ഇടുക്കി ഏലപ്പാറയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ധർമ്മം നെഞ്ചേറ്റിയവരാണ് SNDP-യിൽ അണിനിരക്കുന്നത്. ശ്രീനാരായണ ധർമ്മവും RSS-ന്റെ തത്വശാസ്ത്രവും തീർത്തും വിപരീത ദിശയിലുള്ളതാണ്. രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ SNDP-ക്കകത്ത് അണിനിരന്ന ശ്രീനാരായണ ധർമ്മം നെഞ്ചേറ്റിയവർക്ക് RSS-നോടൊപ്പം പോകാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ പിണഞ്ഞ് ശ്രമിക്കുകയും RSS നല്ലതുപോലെ ആഗ്രഹിക്കുകയും ഉമ്മൻചാണ്ടി നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ഒക്കെ ചെയ്തെങ്കിലും SNDP-യിൽ അണിനിരന്നവര് RSS-നടുത്തേക്ക് പോകാതിരുന്നത്. ആ ക്ഷീണം മാറിക്കഴിഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി നടേശനും മാറിയിട്ടില്ല, RSS-നും മാറിയിട്ടില്ല. കണക്കൂട്ടൽ പിഴച്ച മനോവേദനയിലാണ് ഉമ്മൻചാണ്ടി നിൽക്കുന്നത്. കഴിഞ്ഞ 5 വർഷം UDF സർക്കാർ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനമാണ് നടപ്പാക്കിയതെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. പ്രകൃതിയെയും നാടിനെയും രക്ഷിക്കാൻ LDF അധികാരത്തിലെത്തണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാസർഗോഡ് ജില്ലയിൽ LDF പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF കഴിഞ്ഞ 5 വർഷക്കാലം വികസനത്തിന്റെ പേരിൽ പ്രകൃതി നശീകരണമാണ് ചെയ്തിട്ടുള്ളത്. അത് UDF-ന്റെയോ BJP-യുടെയോ കുറ്റമല്ല, അവരുടെ ജന്മദോഷമാണ്. എവിടെ നിന്നും ലാഭം കുത്തിക്കവരുക, അതാണ് BJP-യെയും കോൺഗ്രസിനെയും നയിക്കുന്ന കാഴ്ചപ്പാടിന്റെ പിന്നിലുള്ള ദർശനം. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് ചെയ്യേണ്ടത് UDF കൊള്ളരുതാത്തവരായതുകൊണ്ട് മാത്രമല്ല, അത് കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ നാടിന് വേണ്ടപ്പെട്ടവരാണ്. നാടിന്റെ ഭാവിക്ക് മുന്നേറ്റത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം വരേണ്ടത് ആവശ്യമാണ് എന്ന കാരണത്താലാണ്. വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ നേർക്കാഴ്ചയ്ക്ക് വേദിയായി പടക്കളം വയനാട്ടിൽ. പ്രചാരണത്തിന്റെ ആവേശഘട്ടത്തിനിടെ എത്തിയ പടക്കളത്തിൽ ചൂടേറിയ ചർച്ചകളാണ് നടന്നത്. വികസനവും പിന്നോക്കാവസ്ഥകളും ചൂണ്ടിക്കാട്ടിയും മുന്നണികളുടെ വിജയപ്രതീക്ഷകൾ പങ്കുവച്ചും നിരവധി ആളുകളാണ് പടക്കളത്തിൽ നിരന്നത്. പടക്കളം വയനാട്ടിൽ ഇന്ന് രാത്രി 9-ന് പീപ്പിളിൽ സംപ്രേഷണം ചെയ്യും. കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടി എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് വയനാട്ടിലുള്ളത്. എന്നാൽ മറ്റേത് ജില്ലയോടും കിടപിടിക്കുന്ന മത്സരാവേശമാണ് വയനാട്ടിലും. പ്രചാരണ രംഗത്ത് മുന്നണികൾ സജീവമായതോടെ തെരഞ്ഞെടുപ്പ് ചൂടേറുന്നതിനിടെയാണ് പടക്കളം വയനാട്ടിലെത്തിയത്. തെരഞ്ഞെടുപ്പ് ആവേശം പ്രതിഫലിച്ച ചർച്ചയിൽ ഇടതുപക്ഷത്തുനിന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം P. ഗഗാറിനും BJP പ്രതിനിധി ആനന്ദകുമാറും UDF പ്രതിനിധി DCC അംഗം KE വിനയനും പങ്കെടുത്തു. മെഡിക്കൽ കോളേജ്, രാത്രികാല ഗതാഗത നിരോധനം, ആദിവാസി ഭൂവിതരണം, തോട്ടമേഖലയുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ എന്നിവയെല്ലാം പടക്കളത്തിൽ ചർച്ചയായി. അവകാശവാദങ്ങളും ചോദ്യങ്ങളും ചൂടേറിയതോടെ പലപ്പോഴും പ്രവർത്തകർ തമ്മിലുള്ള വാഗ്വാദങ്ങൾ പടക്കളവേദിയെ ശബ്ദമുഖരിതമാക്കി. വയനാട്ടിലെ 3 മണ്ഡലങ്ങളുടെയും പൊതുവായ പ്രശ്നങ്ങളും വികസനവും പോരായ്മകളുമെല്ലാം ചർച്ച ചെയ്ത പടക്കളത്തിൽ ജില്ലയിലെ പൊതുവായ രാഷ്ട്രീയ സംഭവവികാസങ്ങളും കടന്നുവന്നു. കേരളം തന്നെ ചർച്ച ചെയ്ത ഇവിടെ നിന്നുള്ള പല വിഷയങ്ങളോടുമുള്ള മുന്നണികളുടെ സമീപനങ്ങളും നിലപാടുകളുമെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പടക്കളം വേദിയായി. വയനാട്ടിൽ നിന്നും അനൂപ് കയാർ. ഉമ്മൻചാണ്ടി മദ്യമാഫിയയുടെ ഏജന്റാണെന്ന K. മുരളീധരന്റെ പ്രസ്താവന സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു. 10 വർഷം മുമ്പ് കോൺഗ്രസിൽ നിന്നും പുറത്തുപോകുന്നതിന് മുമ്പാണ് K. മുരളീധരൻ ഗുരുതരമായ ഈ ആരോപണം ഉന്നയിച്ചത്. അടിവരയിട്ട് ഞാൻ പറയുന്നു, ഉമ്മൻചാണ്ടി നിങ്ങൾ മദ്യമാഫിയയുടെ ഏജന്റാണ്. അത് പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ. ഉമ്മൻചാണ്ടി നിങ്ങൾ വിദ്യാർത്ഥികളെ കണ്ണീര് കുടിപ്പിച്ചവരാണ്. ഉമ്മൻചാണ്ടി നിങ്ങൾ പാവപ്പെട്ട വികലാംഗനെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടവരാണ്. ഉമ്മൻചാണ്ടി തങ്ങൾ കള്ളക്കടത്തുകാരുടെയും കരിഞ്ചട്ടക്കാരുടെയും ഏജന്റാണ് നിങ്ങൾ.
പുനലൂർ UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെ കയ്യാങ്കളി. DCC പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷിനെ മുൻ DCC സെക്രട്ടറി കെട്ടിടത്തിൽ സുലൈമാൻ മർദ്ദിച്ചു. അച്ചടക്ക നടപടി നേരിട്ട കെട്ടിടത്തിൽ സുലൈമാൻ പുനലൂരിൽ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പുനലൂർ നിയോജക മണ്ഡലത്തിലെ കൺവെൻഷനിടെയായിരുന്നു സംഘർഷം. വേദിയിൽ പ്രസംഗിക്കാനെത്തിയ DCC പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷിനെതിരെ മുൻ DCC സെക്രട്ടറി കെട്ടിടത്തിൽ സുലൈമാൻ പ്രതിഷേധവുമായി എണീറ്റു. വേദിയിൽ നിന്ന് ഐ ഗ്രൂപ്പ് പ്രാദേശിക നേതാവായ കെട്ടിടത്തിൽ സുലൈമാൻ ഇറങ്ങിപ്പോകണമെന്നാവശ്യപ്പെട്ടതോടെയായിരുന്നു പ്രതിഷേധം ഉയർന്നത്. വാക്കുതർക്കം കയ്യാങ്കളിയിൽ കലാശിച്ചു. മർദ്ദനമേറ്റ കൊടിക്കുന്നിൽ സുരേഷ് പ്രസംഗിക്കാതെ വേദി വിട്ടു. പരിപാടി അലങ്കോലപ്പെടുത്തുകയും DCC പ്രസിഡന്റിനെ മർദ്ദിക്കുകയും ചെയ്തതിന് 6 വർഷത്തേക്ക് കെട്ടിടത്തിൽ സുലൈമാനെ കോൺഗ്രസ് പുറത്താക്കി. ഇതിൽ പ്രതിഷേധിച്ച് പുനലൂരിൽ കെട്ടിടത്തിൽ സുലൈമാൻ UDF റിബൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥിയായി നാളെ നോമിനേഷൻ നൽകുന്നു. ഇന്ന് നോമിനേഷൻ പേപ്പർ വാങ്ങിക്കും. ഞാൻ UDFിന്റെ സ്ഥാനാർത്ഥിക്ക് കൂടാതെ ഞാൻ മത്സരിക്കാനിടയായ കാരണം പുനലൂരിലെ 2 പ്രമുഖരായ നേതാക്കൾ ഈ പാർട്ടി നശിപ്പിക്കുന്നതിനെ പ്രതിഷേധിച്ചാണ്. ഈ പാർട്ടിയെ വേണ്ടി വിശ്വസിച്ച് ഈ പാർട്ടിയിൽ അണിചേർന്ന് വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ കുറേ ചെറുപ്പക്കാരും പാർട്ടിക്കാരും അവരെ അവഗണിക്കുന്നു. ഇവർ കാലാകാലങ്ങളിൽ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നു, സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു. മുസ്ലിം ലീഗിലെ യൂനിസ് കുഞ്ഞാണ് കൊല്ലൂരിലെ UDF സ്ഥാനാർത്ഥി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വയനാട്ടിൽ കാർഷിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കി വരൾച്ച. കാപ്പി, കുരുമുളക്, വാഴ എന്നിവയുൾപ്പെടെ വലിയ വിളനാശമാണ് നേരിടുന്നത്. വേനൽ മഴയുടെ കുറവ് മിക്ക വിളകളെയും ബാധിച്ചു കഴിഞ്ഞു. കാപ്പിയും കുരുമുളകും വാഴയുമെല്ലാം ഉണങ്ങിക്കരിഞ്ഞത് ജില്ലയിലെ കാർഷിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. ഇത്തവണ വേനൽ മഴയിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ കുറവാണുണ്ടായത്. ശരാശരി 150 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്ന വേനൽക്കാലത്ത് ഈ വർഷം ഇത് 58 മില്ലിമീറ്റർ മാത്രമാണ്. അടുത്ത വർഷം കാപ്പി ഉൽപാദനത്തിൽ വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന് കർഷകർ പറയുന്നു. കുരുമുളകിനും നെല്ലിനുമെല്ലാം സമാനമായ പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത്. കൊടിയാണ് പറ്റ പോയ കൊടിയാണ്. മൊത്തം കൊടി പോയി. ഞങ്ങളൊക്കെ അക്കരെ പറമ്പിൽ ഇങ്ങനെ സൈഡിലൊന്നും ഒറ്റ കൊടിയില്ല. കബനി നദി വറ്റിവരേണ്ടതോടെ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പ്രദേശങ്ങൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയെയാണ് നേരിടുന്നത്. ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്തും മറ്റും കൃഷിയിറക്കിയ കർഷകർക്ക് തിരിച്ചടവിന് മാർഗങ്ങളില്ല. തിരുനെല്ലി പഞ്ചായത്തിലെ മിക്കയിടങ്ങളിലും പുൽപ്പള്ളി മേഖലയിലും പല പ്രദേശങ്ങളും കടുത്ത വരൾച്ചയെയാണ് നേരിടുന്നത്. ക്ഷീരകർഷകരും പ്രതിസന്ധിയെ നേരിടുന്നു. കഴിഞ്ഞ വർഷം 2500 ലിറ്റർ വരെ പാലളന്ന ക്ഷീരസംഘങ്ങൾ ഇപ്പോൾ അളക്കുന്നത് 1400 മുതൽ 1500 ലിറ്റർ വരെ മാത്രമാണ്. വയനാട്ടിൽ നിന്നും അനൂപ് കയാർ.